നാട്ടുക വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. തച്ചനാട്ടുകര നാട്ടുകൽ ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ 30ാമത് വാർഷികം ആഘോഷങ്ങൾ ഫെബ്രുവരി 16, 17, 18 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 16 സമ്മേളനോദ്ഘാടനവും പുതുതായി നിർമ്മിച്ച കൺവെൻഷൻ സെൻ്ററിൻ്റെ സമർപ്പണവും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. 18 സമാപന സമ്മേളനം. സമസ്ത കേരള ജമിയത്തുൽ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രിക് മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1993 കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ 5 പഞ്ചായത്തിലെ പണ്ഡിതരും അതുപോലെ ഉമറാക്കളും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഉൾപ്പെടുത്തിയ ഒരു സംവിധാനമാണിത്. തച്ചനാട്ടിലെ മുസ്ലിം ഓർഫനേജ് അസോസിയേഷൻ. അതിൻ്റെ കീഴിലായി ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിലേക്ക് സ്ഥാപനം വളർന്നു. അതിൽ അനാഥ അഗതി മന്ദിരത്തിലൂടെ തുടങ്ങി, യതീംഖാനയിലൂടെ തുടങ്ങി അവരുടേതായ തന്നെ ഒരു വിദഗ്ധമായ ഒരു ശരീഅത്ത് കോളേജ്, അതുപോലെ അതിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ, എയ്ഡഡ് സ്കൂൾ, അൽബിർ പ്രീ ആൻഡ് പ്രൈമറി സ്കൂളുകൾ, മദ്രസ തുടങ്ങി ക്യാമ്പസ് മസ്ജിദ് ഇങ്ങനെ തുടങ്ങിയുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ സ്ഥാപനം പ്രയാണം തുടരുകയാണ്. ഇനിയും ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഞങ്ങളിപ്പോൾ 30ാം വാർഷികം ആഘോഷിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി 16, 17, 18 ദിവസങ്ങളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു മഹാസമ്മേളനം ഈ സ്ഥാപനത്തിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതോടൊപ്പം സ്ഥാപനം പടുത്തുയർത്തിയ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സമർപ്പണവും ആ ദിവസം നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായി മതപ്രഭാഷണങ്ങൾ, പുസ്തക പ്രകാശനം, തലമുറകളുടെ സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഫാമിലി മീറ്റ്, സ്മൃതിയാത്ര, വിഭവ സമാഹരണം, പ്രവാസി സംഗമം, തച്ചനാട്ടുകര ചരിത്ര സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, മതസൗഹാർദ്ദ സമ്മേളനം എന്നീ പരിപാടികളും നടക്കും. ഇതോടനുബന്ധിച്ച് സമസ്ത പോഷക സംഘടനകളുടെയും സ്ഥാപന ഭാരവാഹികളുടെയും വിപുലമായ സംഗമം ഈ മാസം 24 ഓർഫനേജ് കൺവെൻഷൻ സെൻ്ററിൽ നടക്കുമെന്നും അറിയിച്ചു. വൈകിട്ട് 4 നടക്കുന്ന സംഗമത്തിൽ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളും തച്ചനാട്ടുകര, താഴേക്കോട്, അലനല്ലൂർ, കരിമ്പുഴ, കോട്ടോപ്പാടം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ മഹല്ല് ഭാരവാഹികൾ, INIC മാനേജ്മെൻറ്റ് അംഗങ്ങൾ എന്നിവർ സംബന്ധിക്കും. സംഗമത്തിൽ വെച്ച് 30ാം വാർഷിക സംഘാടക സമിതിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും രൂപം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ നാട്ടുകളിൽ 3 പതിറ്റാണ്ടായി പ്രവർത്തനം ആരംഭിച്ച വിദ്യാഭ്യാസ സാംസ്കാരിക സമുച്ചയമാണ് നാട്ടുകൽ ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സ്ഥാപനത്തിന് കീഴിൽ INIC അനാഥ അഗതി മന്ദിരം, ശരീഅത്ത് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂള്, എയ്ഡഡ് UP സ്കൂൾ, മദ്രസ, അൽബിർ സ്കൂളുകൾ, കിഡ്സ് സ്കൂൾ എന്നിവയും പ്രവർത്തിച്ചു വരുന്നു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ഖാദർ മുസ്ലിയാർ, CM അലി മൗലവി, C അബൂബക്കർ, ഖബീർ അൻവരി, റഷീദ് ആനക്കയം എന്നിവരും പങ്കെടുത്തു. ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ 1993 ജനുവരി 6 തീയതി മുതലുള്ള പ്രയാണം ഇന്ന് അതിൻ്റെ പേൾ ജൂബിലിയിലെത്തിയിരിക്കുകയാണ്. 30ാമത് വാർഷികത്തിലെത്തിയിരിക്കുകയാണ്. 30ാം വാർഷിക മഹാസമ്മേളനം അതിവിപുലമായി തന്നെ നടത്താൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജനക്ഷേമ കാര്യങ്ങളിൽ വളരെ മുമ്പോട്ട് നിൽക്കുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ധാരാളം വിദ്യാർത്ഥികളെ വിവിധ മേഖലകളിൽ ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പന്തിയിൽ ഈ 5 പഞ്ചായത്തിലുള്ള നല്ലവരായ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മുമ്പിലുള്ളത് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഫെബ്രുവരി 16, 17, 18 തീയതികളിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുന്നു. അതിൽ പ്രധാനമായുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാക്കിയ നമ്മുടെ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ പൊതുസമ്മേളനം, സമാപന സമ്മേളനം, കുടുംബ സംഗമം, അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ ഇവിടുത്തെ ഇൻമേറ്റ്സായിട്ട്, ഇവിടുത്തെ അന്തേവാസികളായിട്ട് ഒരു 600-700ഓളം പേര് ഇവിടെ താമസിച്ച് ഇവിടെ 5ാം ക്ലാസ്സിൽ വന്ന്, 1ാം ക്ലാസ്സിൽ വന്ന്, SSLC, +2 ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഒരു 600-700ഓളം പേര് ഏകദേശം പ്രവർത്തിച്ചു വരുന്നുണ്ട്.
ആ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫാമിലി മീറ്റ്, സ്മൃതി യാത്ര എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 30 വർഷത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഖബറുകളിൽ പോയി ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി അങ്ങനെ ഒരു സ്മൃതി യാത്ര വളരെ നല്ല രീതിയിൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തലമുറ സംഗമം തുടങ്ങി ധാരാളം പദ്ധതികൾ നമ്മൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇമാം നബവി ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ പേൾ ജൂബിലിയോടനുബന്ധിച്ച് ആ ജൂബിലിയുടെ വിജയത്തിന് വേണ്ടി 2023 ഡിസംബർ 24 ഞായറാഴ്ച 3 മണിക്ക് വിപുലമായ സ്വാഗത സംഘം നടത്തുകയാണ്. സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി 16, 17, 18 തീയതികളിലാണ്. 16-ാം തീയതി വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മഹത്തായ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ഞായറാഴ്ച 18-ാം തീയതി ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അവറുകൾ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. എല്ലാവരെയും സഹർഷം ക്ഷണിക്കുന്നു.